സുഹൃത്തുക്കളെ നമസ്കാരം. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വീണ്ടും ഞാനൊരു യാത്ര പോവുകയാണ്. വിയറ്റ്നാം യാത്രയ്ക്ക് ശേഷം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു പുതിയ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എന്റെ 4ാമത്തെ പുതിയൊരു രാജ്യത്തേക്കുള്ള യാത്ര. കസാക്കിസ്ഥാനിൽ 2 ആഴ്ചയോളം ഞാൻ സഞ്ചരിച്ച് ലാൻഡ് ബോർഡർ മുഖേന കിർഗിസ്ഥാൻ എന്ന രാജ്യത്തിലേക്ക് കേട്ടോ പോകുന്നത്. 3 മാസത്തെ വിസ എടുത്തിട്ടാണ് ഞാൻ കിർഗിസ്ഥാൻ എന്ന രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എന്റെ സുഹൃത്തുക്കളിലേക്ക് പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും എത്തിക്കാൻ വേണ്ടിയാണ് ഞാനൊരു യാത്ര വീണ്ടും തുടരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. അതിനിടയിലാണ് യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ. എന്തായാലും ഒടുവിൽ അത് സാധിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ യാത്ര തുടങ്ങുവാണ്. പുതിയ കാഴ്ചയുടെ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ ഉടനെ എത്തിക്കാം. നിങ്ങളുടെ സ്നേഹം എന്നും എന്റെ കൂടെ ഉണ്ടാകണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യങ്ങളാണ്. എന്നും അതിന് സപ്പോർട്ടായി നിൽക്കുന്ന എന്റെ കുടുംബം തന്നെയാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ കാണുന്ന എന്റെ അമ്മയും അനിയത്തിനുമാണ്. എന്റെ അനിയനുണ്ട്, ഏട്ടനുണ്ട്, പക്ഷെ ആരും ക്യാമറക്ക് മുമ്പിൽ വരില്ല കേട്ടോ. ക്യാമറക്ക് പിന്നിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതെന്നും ക്യാമറക്ക് മുമ്പിൽ ഒന്ന് സംസാരിക്കുന്നത് അമ്മയും അനിയത്തിയാണ്. പുതിയ യാത്ര പോട്ടെ. സന്തോഷത്തോടെ പോയിട്ട് വിഷമമുണ്ട് പോകുന്നതിന്. പക്ഷെ എന്റെ മോൻ പോയല്ലേ പറ്റുള്ളൂ. എനിക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതിന്റെ ചുറ്റുപാടിലേക്കൊരാണ് ഞാൻ ജനിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ മോനത്തെ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളും രാജ്യങ്ങളൊക്കെ കാണിച്ചു തരുന്നു. ആ കാഴ്ചകൾ കണ്ട് ഞാൻ അഭിമാനിക്കുകയാണ്. സന്തോഷത്തോടെ പോയിട്ടുള്ള വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ എന്റെ യാത്ര മുന്നോട്ട് പോകുന്നത്. കേട്ടാ അധികം സംസാരിക്കുകയും ചെയ്യില്ല, ഭയങ്കര മടിയാണ് സംസാരിക്കാൻ വേണ്ടി. എന്നിരുന്നാലും ഒരുപാട് സന്തോഷം കേട്ടോ. അങ്ങനെ പുതിയൊരു യാത്ര പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എന്റെ കൂടെ എന്നും വേണം.